എൻ്റേത് കുഞ്ഞിലേ തൊട്ടേ എന്ന് പറയുമ്പോൾ ജനിച്ചപ്പോൾ തൊട്ടേ ഡ്രൈ സ്കിന്നായിരുന്നേ. ഡ്രൈ സ്കിൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരുമാതിരി ലോക്കൽ ഡ്രൈ സ്കിൻ എന്നല്ല, ഡ്രൈ സ്കിന്നിൻ്റെ ഏറ്റവും എക്സ്ട്രീം ലെവലുള്ള അത്രയും ഭീകരമായിട്ടുള്ളൊരു സ്കിന്നായിരുന്നു. അപ്പോൾ എന്നെ ഈ കണ്ണൂർ കോഴിക്കോട് ജില്ലയിലെ ഏകദേശം ഒരു 99% ആയുർവേദം, അലോപ്പതി, ഹോമിയോപ്പതി ഡോക്ടേഴ്സിനൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷെ അവരുടെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ കുറച്ച് ആ ട്രീറ്റ്മെൻറ്റ് തുടരുന്ന കാലത്തോളം ഒരാശ്വാസം കിട്ടും, പിന്നെയും പഴയതുപോലെ തന്നെ ആകും. അപ്പോൾ ഒരു മാറ്റവും ഇല്ലായിരുന്നു ഇത്രയും കാലം. എനിക്ക് ജസ്റ്റ് ഒരു കാറ്റൊന്ന് അടുത്തോട്ട് പോയാൽ അല്ലെങ്കിൽ മണ്ണ് ചവിട്ടിയാൽ അങ്ങനെ മൊത്തത്തിൽ അലർജി പ്രശ്നമായിരുന്നു. മൊത്തം സ്കിന്നിന് ഒന്നും പിടിക്കില്ലായിരുന്നു. ഒരു മിനിറ്റിൽ കൂടുതൽ AC റൂമിലിരിക്കാൻ പറ്റില്ല. ഭയങ്കര പ്രശ്നമായിരുന്നു. തണുപ്പ് പറ്റില്ല, ചൂട് പറ്റില്ല, ഒന്നും പറ്റാത്തൊരു ടൈപ്പ് സ്കിന്ന്. അപ്പോൾ ഞാൻ ഈ 2023 സ്കൂട്ടർ പഠിക്കാൻ പോയിരുന്നു. ആ ഒരു മഴക്കാലത്ത് അവിടെ ആ പഠിക്കാൻ പോയടുത്ത് ഒരു തരം കറുത്ത ടൈപ്പ് ചളിയെന്ന് വെച്ചാൽ നമ്മളെ നാട്ടിൽ നിന്ന് അധികം കാണാത്തൊരു ടൈപ്പ് ബ്ലാക്ക് കളറുള്ള ചളി. അവിടെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ എൻ്റെ കാല് മൊത്തം പഴുത്ത് പൊട്ടി ഒലിച്ച്. ഞാൻ ആ സ്കൂട്ടർ പഠിത്തം അത് അപ്പോൾ തന്നെ നിർത്തി വെച്ചു. അപ്പോഴെന്നോട് എൻ്റെ ഫ്രണ്ട് പറഞ്ഞു, മാഹിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറുണ്ട്, ഒന്ന് പോയി കണ്ടു നോക്കൂ. സ്കിന്നിൻ്റെ ആൾ ഒരുപാട് മരുന്നൊന്നും തരില്ല, ജസ്റ്റ് ഒന്ന് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. ഞാൻ മാഹിയിൽ പോയപ്പോൾ ആ ഡോക്ടർ എന്നോട് പറഞ്ഞു, ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയ ഒരു കാര്യമാണ്. പിന്നെ ഇതിന് ട്രീറ്റ്മെൻറ്റ് എടുത്താലും ആ എടുക്കുന്ന ഒരു കാലയളവിൽ മാത്രമേ ഇതിനൊരു ആശ്വാസം കിട്ടുള്ളൂ. വീണ്ടും ഇത് പഴയതുപോലെയാകും. ഒരു കാര്യം ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കൂ. വീട്ടിൽ തന്നെ ഒരു സോപ്പ് ഉണ്ടാക്കി നോക്കാം. അതിന് മെയിൻ ഇൻഗ്രീഡിയൻസ് അയാൾ പറഞ്ഞത് ആര്യവേപ്പിലയും കറ്റാർവാഴയും, അതിൻ്റെ ഒപ്പം തുളസിയിലയും, നിങ്ങൾക്ക് വേണം നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും പനിക്കുറുക്കിലൊക്കെ ചേർക്കാം. മെയിനായിട്ട് ആര്യവേപ്പിലയും കറ്റാർവാഴയും ഇട്ടിട്ട് ആ തേക്കുന്ന അന്ന് തന്നെ റിസൾട്ട് കിട്ടില്ലെങ്കിലും ഒരു മാസം കൊണ്ട് നിനക്ക് നല്ല റിസൾട്ട് കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഈ സോപ്പ് ബേസും സോപ്പ് മോൾഡൊക്കെ വാങ്ങിച്ചിട്ട് ഉണ്ടാക്കി നോക്കി. സത്യം പറയാലോ, 2 ആഴ്ച കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര പോസിറ്റീവ് റിസൾട്ടാണ് കിട്ടിയത്. ഇപ്പം എൻ്റെ സ്കിന്നിന് 99% പ്രോബ്ലം സോൾവ് ആയിട്ടുണ്ട്. ഇപ്പം എനിക്കൊരു നോർമൽ ആൾക്കാർക്ക് എങ്ങനെ അതുപോലെ ആയിട്ടുണ്ട് സ്കിന്ന്. അപ്പോൾ ആർക്കെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ, ഞാനിതിന് മറ്റൊരു കാര്യം കൂടി ചെയ്തിരുന്നു. സോഷ്യൽ മീഡിയ പറയുന്നത് കേട്ടിട്ട് റോസ് വാട്ടറും ഗ്ലിസറിനും കൂടി മിക്സ് ചെയ്തിട്ട് പുരട്ടിയാലൊക്കെ നോർമൽ ആവുന്നത് ഞാൻ 6 മാസം ട്രൈ ചെയ്ത് ഒരു മാറ്റവും ഇല്ലായിരുന്നു. പക്ഷേ ഇത് എനിക്ക് 2 ആഴ്ച കൊണ്ട് തന്നെ ഭയങ്കര റിസൾട്ട് കിട്ടി. എൻ്റെതും അതുപോലെ തന്നെ എൻ്റെ മോൻ്റെ സ്കിന്നും. മോൻ എന്നെപ്പോലെ ഇല്ലെങ്കിലും ഒരു 50% എൻ്റെ സ്കിന്നായിരുന്നു അവനും കിട്ടിയത്. അപ്പോൾ അവനും എനിക്കൊക്കെ അത്രയ്ക്ക് റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ആർക്കെങ്കിലും സ്കിന്നിൻ്റെ പ്രോബ്ലം ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ ആര്യവേപ്പില സോപ്പ് ഉണ്ടാക്കിയിട്ട് വീട്ടിൽ തന്നെ ഉണ്ടാക്കണം, വാങ്ങി ഉപയോഗിക്കേണ്ട. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ, സ്കിന്നിൻ്റെ പ്രോബ്ലം ഒക്കെ കുറയും. ആ ഡോക്ടർ എനിക്ക് പ്രത്യേകിച്ച് മരുന്നോ ഗ്ലിസറിൻ തന്നിട്ടുണ്ട്. കുളിച്ച് കഴിഞ്ഞാൽ പുരട്ടാൻ വേണ്ടിയിട്ട് ഗ്ലിസറിൻ തന്നതല്ലാണ്ട് മറ്റ് മരുന്നുകളൊന്നും തന്നിട്ടില്ല. മാഹി ഗവൺമെൻറ് ഹോസ്പിറ്റലിലെ ഡോക്ടറുടെ പേരൊന്നും ഞാനന്ന് ശ്രദ്ധിച്ചൊന്നുമില്ല. അപ്പോൾ സ്കിന്നിൻ്റെ പ്രോബ്ലം ഉള്ളവരൊന്നിത് ട്രൈ ചെയ്ത് നോക്കും, പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും. ഇതിലൊരു തുള്ളി വെള്ളം ചേർക്കരുത്, കാരണം കറ്റാർവാഴയുടെ ജെല്ലുള്ളത് കൊണ്ട് നമുക്ക് ഒരു തുള്ളി വെള്ളം ചേർക്കാതെ തന്നെ വേണം ഇത് അരച്ചെടുക്കാൻ. ആര്യവേപ്പിലെ കറ്റാർവാഴ ഇട്ടിട്ട് അതിൻ്റെ ജെല്ല് തന്നെ ധാരാളം, അതുകൊണ്ട് വെള്ളത്തിന് എക്സ്ട്രാ വെള്ളം കൂട്ടേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. സ്കിൻ പ്രോബ്ലം ഉള്ളവർ മസ്റ്റായിട്ടും ട്രൈ ചെയ്ത് നോക്കും. ഞാൻ പറയുന്നത് 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും, ഉറപ്പ്. തേച്ചിട്ട് 1-2 ദിവസം കൊണ്ട് കിട്ടുന്നില്ല എന്നും പറഞ്ഞ് നിർത്തി വെക്കരുത്. നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഉപയോഗിച്ച് നോക്കും. ഇതിന് സ്മെല്ല് വേണമെങ്കിൽ എന്തൊക്കെ ഇടുമെന്ന് ഞാൻ നോക്കിയിട്ടൊന്നുമില്ല, സ്മെല്ലൊന്നും ഉണ്ടാവില്ല ഇതിന്. ഞാൻ ജസ്റ്റ് ഈ ഒരു സോപ്പ് ബേസ് പിന്നെ ആര്യവേപ്പില കറ്റാർവാഴ കൊണ്ട് ഉണ്ടാക്കിയതാണ്. അതുകൊണ്ട് സ്മെല്ലും അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നുമില്ല. വേണ്ടുന്നവർക്കിത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ റിസൾട്ട് കമൻ്റായിട്ട് ഇടാം. ആർക്കെങ്കിലും ഈ സോപ്പ് ബേസിൻ്റെയും സോപ്പ് മോൾഡിൻ്റെയും ലിങ്ക് വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ കമൻറ്റ് ബോക്സിലിടാം. ഞാനിത് ഓൺലൈൻ വഴി മീഷോയിൽ നിന്ന് വാങ്ങിച്ചതായിരുന്നേ. അപ്പോൾ വേണ്ടുന്നവർ കമൻറ്റ് ചെയ്താൽ മതി.